What are you doing here? തലയ്ക്ക് പിന്നിലെ ചോദ്യം കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുളുമ്പി. What's your problem, son? മരിക്കാനാണോ? ആ വണ്ടി പോയി. ഇറ്റ്സ് ഗോൺ. അടുത്ത വണ്ടി കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാം അല്ലേ? വാ, കം വിത്ത് മീ. അയാൾ മുന്നിലേക്ക് നടന്നു തുടങ്ങി. ജോണി അയാളെ ശ്രദ്ധിച്ചു. ജീൻസാണ് വേഷം. ഫുൾ സ്ലീവിൽ വെള്ള നിറത്തിലുള്ള ഷർട്ട് അരണ്ട വെളിച്ചത്തിൽ തെളിഞ്ഞു നിന്നു. തൊപ്പിയും ഊന്നുവടിയും കണ്ടിട്ട് ഒരു മജീഷ്യനെ പോലെ തോന്നി. വരൂ. അയാൾ തിരിഞ്ഞു നിന്നു. കം വിത്ത് മീ. അവർ ട്രാക്കിന് സമീപമുള്ള ഇരിപ്പിടത്തിലേക്ക് നടന്നു. ഇരിപ്പിടത്തിലിരുന്നു. എന്താണ് നിന്റെ പ്രശ്നമെന്ന് എനിക്കറിയില്ല. നിന്നെ കണ്ടിട്ട് എന്തോ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. നീ പറഞ്ഞ ഈ കിളവൻ്റെ ബുദ്ധിയിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോയെന്ന് നോക്കാം. വേണ്ട, പരിഹാരം ഞാൻ കണ്ടെത്തി. അതിനാണ് ഞാനിവിടെ വന്നത്. യെസ്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ എളുപ്പമാണ്, പരിഹാരമാണ് ബുദ്ധിമുട്ട്. ഒരു തീരുമാനമെടുത്താൽ പിന്നെ വൈകരുത്, എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. ഗുഡ്. വാട്ട്സ് യുവർ നെയിം? ജോണി. അവൻ്റെ ചുണ്ടുകൾ പതറി. നല്ല പേര്. ജോണി. ജോണി എസ് പപ്പ. അയാൾ അവന് നേരെ തിരിഞ്ഞ് ചെറുചിരിയോടെ പരിചയപ്പെടുത്തി. I am Adam. ആദം ആബെ എയ്തൻ. അയാൾ തുടർന്നു. ഗാവിൻ ആദം, മൈ ഡിയർ സൺ. പിന്നെ ഭാര്യയുമുണ്ട്. I love my wife. You know, she plays the violin very well. And she has a beautiful name too, Jennifer. അയാൾ മനോഹരമായി പുഞ്ചിരിച്ചു. നരച്ച മീശയ്ക്കിടയിൽ വെളുത്ത ദന്തനിരകൾ ഒളിച്ചിരുന്നു. പരമ്പരാഗതമായ പെർഫ്യൂമിൻ്റെ ഗന്ധം അവിടെ പടർന്നു. നീ എന്തിനാണ് കുട്ടി ഇവിടെ വന്നത്? കൂടെ ആരുമില്ലേ? എന്തിനാണ് നിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്? എനിക്ക് ഈ ജീവിതം മടുത്തു. എന്നോട് ആർക്ക് സ്നേഹമില്ല. പപ്പ ഇന്നെന്നെ വല്ലാതെ വഴക്ക് പറഞ്ഞു. എനിക്ക് സങ്കടം വന്നു. ഞാൻ ഇറങ്ങിപ്പോന്നു. എൻ്റെ ഒരു ആഗ്രഹങ്ങളും ഇവിടെ നടക്കില്ല. പിന്നെ ആർക്കും എന്നെ ഇഷ്ടമല്ല. ജീവിതം മടുത്തു. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവൻ അമർത്തി തുടച്ചു. അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. ഒരു 2 വീലർ, അത് ഞാൻ എത്ര കാലമായി പറയുന്നു. ഇതുവരെ അതും നടന്നില്ല. ഇന്ന് ചോദിച്ചപ്പോൾ പപ്പ ഒരുപാട് ദേഷ്യപ്പെട്ടു. മരിച്ചു കളയാൻ തോന്നി. ഈ ചെറിയ കാര്യത്തിന് മരിക്കണോ? എനിക്കങ്ങനെ തോന്നി. ജോണി നിറഞ്ഞ കണ്ണ് തുടച്ചു. സാരമില്ല. അയാൾ മെല്ലെ അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു. നോക്കൂ, നിന്റെ പപ്പയും മമ്മിയും നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ മമ്മി നിന്നെ വഴക്ക് പറഞ്ഞില്ലല്ലോ. പപ്പ മാത്രമല്ലേ വഴക്ക് പറഞ്ഞത്. ബൈക്കുമായി പറക്കുന്ന ഒരുപാട് പേർ അപകടത്തിൽപ്പെടുന്നില്ലേ? അതോർത്തിട്ടാവും അവരത് വാങ്ങിത്തരാത്തത്. അവരെ നീ കുറച്ചുകൂടി മനസ്സിലാക്കണം. ഇല്ല,
അവർക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. ഞാൻ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നെ തടയരുത്. മരിക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. അയാൾ നനുത്ത ചിരിയോടെ പറഞ്ഞു. നിന്നെ ഞാൻ തടയുന്നില്ല. തടയാൻ അതിന് ഞാനാരാ? നീ മരിച്ചോളൂ. ഇനി അടുത്ത വണ്ടി വരാൻ ഒരുപാട് സമയമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. അവർക്കിടയിൽ കുറച്ചുനേരം മൗനം തളം കെട്ടിക്കിടന്നു. റെയിൽ പാളത്തിന് അങ്ങേ തലക്കിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, നിന്റെ പപ്പയും മമ്മിയും ഇപ്പോൾ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും അല്ലേ? അവൻ പതിയെ മൂളി. ദൂരെ എവിടെയോ നായ്ക്കൾ കൂട്ടത്തോടെ കൂവി വിളിച്ചു. ചുറ്റും ഇരുട്ട് കട്ട പിടിച്ചു കിടന്നു. സിഗ്നലിന്റെ വെളിച്ചത്തിൽ പാളം തിളങ്ങി. നിനക്ക് എത്ര വയസ്സായി? പൂരികം തെല്ലുയർത്തി ആദം ചോദിച്ചു. 19. ഉത്തരത്തോടൊപ്പം അവൻ ചോദിച്ചു, അല്ല, നിങ്ങൾ ഞാൻ മരിക്കുന്നത് കാണാനിരിക്കുകയാണോ? എന്തിന്? ഒരു കൗതുകം. കൗതുകമോ? അതെ, കൗതുകം. ഞാൻ ഈ ട്രാക്കിനപ്പുറത്താണ് താമസിക്കുന്നത്. എത്രയോ ആളുകൾ ഇവിടെ വെച്ച് മരിക്കുന്നു. ആദ്യമായാണ് ഈ പ്രായത്തിൽ ഒരാൾ മരണം ആഗ്രഹിച്ചു വരുന്നത്. അത് കാണാൻ ഒരു കൗതുകം. എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങളിത് പറയുന്നത്. ഒരാൾ മരിക്കുന്നത് കാണാൻ ഇത്ര കൊതിയോ? അതിലും നിസ്സാര കാര്യത്തിനല്ലേ നീ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് അത് നിസ്സാരമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു 2 വീലർ. അത് നഷ്ടപ്പെട്ടതാണ് കാരണം. അവൻ ചെറുതായി ഏങ്ങി. വൃദ്ധൻ തലകുനിച്ചിരുന്നു. ശരിയാണ്, എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് വലുത്. അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന സങ്കടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഒരു തരം സ്വാർത്ഥത, സ്വന്തം കാര്യം മാത്രം. അങ്ങനെയല്ല, ജോണി തിരുത്താൻ ശ്രമിച്ചു. പിന്നെ നീ മരിക്കുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും വല്ലാതെ വിഷമിക്കും. അങ്ങനെ വിഷമിപ്പിക്കാൻ മാത്രമല്ലേ നീ ഉദ്ദേശിക്കുന്നത്? ജോണി ആദത്തിന് നേരെ നോക്കി. എന്തേ അല്ലേ? അവനൊന്നും മിണ്ടിയില്ല. നീ മരിച്ചു കഴിയുമ്പോൾ അവർ ഉറക്കക്കാരെയും. അന്നു മുതൽ അവർക്ക് കുറ്റബോധം ഉണ്ടാവും. അവർ സ്വയം ശപിക്കും. മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് ജീവിതകാലം മുഴുവൻ അവർ നീറി കഴിയും. എല്ലാ ആത്മഹത്യകളും ഒരു തരത്തിൽ മറ്റുള്ളവരെ ശിക്ഷിക്കലാണ്. ആദം പറഞ്ഞു നിർത്തി. അവർക്കിടയിൽ മൗനം കട്ട പിടിച്ചു കിടന്നു. പാളത്തിനപ്പുറം അരണ്ട വെളിച്ചത്തിൽ പടർന്നു കിടക്കുന്ന കനത്ത കാടിൻ്റെ ഉള്ളിൽ തിളങ്ങുന്ന മിന്നാമിനുങ്ങുകളെ ജോണി നോക്കിയിരുന്നു. അല്ലേ? ആദം നേരിയ ശബ്ദത്തിൽ പറഞ്ഞു. ശരിക്കും അവരങ്ങനെ തന്നെ അനുഭവിക്കണം. നിന്റെ സങ്കടം അവർ മനസ്സിലാക്കണം. കാരണം നിന്നെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത് അവരാണ്. ഇനി നിന്റെ യോഗമോ? നീ ബൈക്ക് അപകടത്തിൽ മരിക്കണ്ട എന്ന് അവർ തീരുമാനിച്ചു. ട്രെയിന് മുന്നിൽ ചാടി മരിക്കാൻ തീരുമാനിച്ച് നീയും വന്നിരിക്കുന്നു.
ശരിയല്ലേ? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒരാന്തലോടെ ജോണി ആദത്തിൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. ശരിക്കും നിങ്ങൾ ആരാ? ഞാനോ? ആദം, ആബേ, ഏദൻ. നിങ്ങൾ എന്തിനാ ഇവിടെ ചുറ്റിത്തിരിയുന്നത്? എൻ്റെ മകനെ കാണാൻ. അവൻ ചുറ്റും നോക്കി. മകനെ? അയാൾ ഇവിടെ വരുമോ? ഇല്ല, വരില്ല. എങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ അതുണ്ട്. എന്തു പറ്റി? അവൻ ഞങ്ങളോട് പിണങ്ങിപ്പോയതാ. എന്തിന്? അവൻ്റെ ഇഷ്ടം സാധിക്കാൻ. നിന്നെ പോലെ ഒരു സ്വാർത്ഥൻ. ഞങ്ങൾ വിഷമിക്കുന്നതാണ് അവൻ്റെ ഇഷ്ടം. മനസ്സിലായില്ല. നീ ബൈക്കിന് വേണ്ടി ജീവൻ കളയാൻ വന്നതല്ലേ? അവൻ ഒരു പെണ്ണിന് വേണ്ടി. അതാ വ്യത്യാസം. അയാൾ പറഞ്ഞു നിർത്തി. കണ്ണുനീർ തിളങ്ങുന്നതും അയാളുടെ കണ്ഠമിടറുന്നതും അവൻ ശ്രദ്ധിച്ചു. ഒരു പെണ്ണിന് വേണ്ടി. അതെ, ഭ്രാന്തമായ അവൻ്റെ സ്നേഹം. അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങളെ ഉപേക്ഷിച്ച് അവൻ എങ്ങോട്ടോ പോയി. ജോണി കൗതുകത്തോടെ അയാളെ നോക്കിയിരുന്നു. മാസങ്ങളോളം ഞങ്ങൾ കാത്തിരുന്നു. പതിയെ അവൻ്റെ പ്രണയം ഞങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു കത്ത് വന്നു. അത് എൻ്റെ കയ്യിലാണ് കിട്ടിയത്. പ്രതീക്ഷയോടെ ഞാനത് തുറന്നു വായിച്ചു. ക്ഷമാപണത്തോടെ അതിലവൻ എഴുതിയിരുന്നു. പപ്പയുടെയും അമ്മയുടെയും നിഗമനം ശരിയാണെന്നും അവൻ വഞ്ചിക്കപ്പെട്ടുവെന്നും അതിലുണ്ടായിരുന്നു. പപ്പയും അമ്മയും ക്ഷമിക്കണമെന്നും. ആ വരികളിൽ മഷി പടർന്നിരുന്നു. അതവൻ്റെ കണ്ണുനീർ വീണതാണെന്ന് എനിക്കറിയാം. കുറച്ചു വരികളിൽ ആ കത്ത് അങ്ങനെ അവസാനിച്ചു. അവൻ ഒറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. മറുപടി എഴുതാൻ എനിക്കവൻ്റെ വിലാസം അറിയില്ലായിരുന്നു. അവനെ തിരിച്ചെത്തിക്കാമെന്ന് ജെന്നിഫറിന് വാക്കുകൊടുത്ത് ആ കത്തിൻ്റെ പിറകെ ഞാൻ തേടിയിറങ്ങി. പലയിടത്തും അലഞ്ഞു. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം ഒടുവിൽ ഞാൻ അവനെ കണ്ടെത്തി. ജോണി ആകാംക്ഷയോടെ അയാളുടെ നേരെ നോക്കി. തണുത്തു മരവിച്ച് മോർച്ചറിയിൽ കിടന്ന അവനെ ഞാൻ കണ്ടു. മൈ സൺ കാവൻ. അവൻ സ്വയം ശിക്ഷിച്ചു. പക്ഷെ ആരെയാണ് അവൻ വേദനിപ്പിക്കാൻ ശ്രമിച്ചത്? അവളെയാണോ? നോ, അല്ല. അവനെ നിഷ്കരുണം ഉപേക്ഷിച്ചു പോയ അവൾക്ക് അവന്റെ മരണം ഒരു ലാഭം അല്ലേ? അപ്പോൾ അവനെ ഓർത്ത് വേദനിക്കുന്നത് ഈ ലോകത്ത് ഞങ്ങൾ മാത്രമാണ്. മരണത്തിലൂടെ അവന്റെ സ്നേഹവും ആത്മാർത്ഥതയും അത് അവൻ തെളിയിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അവനോടുള്ള സ്നേഹം അവൻ മനസ്സിലാക്കിയില്ല. നഷ്ടപ്പെട്ട ജീവനും ജീവിതവും ഞങ്ങളുടേത് മാത്രമായിരുന്നു. ഞങ്ങളെ അവൻ ഓർത്തില്ല. സ്വാർത്ഥൻ, സെൽഫിഷ്. ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കി ആദം കിതച്ചു.
സെൽഫിഷ്. കാഴ്ചയില്ലാത്തവർ, ഒരിക്കൽ പോലും സ്വന്തം മുഖം കാണാത്തവർ, കേൾവിയില്ലാത്തവർ, സംസാരിക്കുവാൻ കഴിവില്ലാത്തവർ, കൈകാലുകൾ നഷ്ടപ്പെട്ട് മണ്ണിലെഴയുന്നവർ, ആയുസ് നീട്ടിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്ന രോഗികൾ, ജീവിക്കാൻ കൊതിക്കുന്നവർ, ഒരുപാട് കുറവുകളുള്ള ഇവരെല്ലാമുള്ള ഈ ലോകത്ത് ഒന്നും ആലോചിക്കാതെ ആരെയൊക്കെയോ തോൽപ്പിക്കാൻ കൈയും കണ്ണും കഴിവുകളും എല്ലാമുള്ള മനുഷ്യർ, സ്വാർത്ഥർ, സഹിക്കാൻ കഴിയാത്തത് കാരണം പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന വിചിത്രമായ തീരുമാനം. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. തന്നെ വേദനിപ്പിച്ചവരെ തൻ്റെ മരണത്തിലൂടെ വേദനിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. വിഡ്ഢി. വേദനിച്ചത് അവനെ കാത്തിരിക്കുന്ന ഞങ്ങൾക്കാണെന്ന് അവൻ അറിയുന്നുണ്ടോ? അയാൾ കണ്ണു തുടച്ചു. എല്ലാം അവിടെ അവസാനിപ്പിച്ച് കുഴിച്ചു മൂടി ഞാൻ മടങ്ങി വരുമ്പോ അത്താഴമൊരുക്കി അവനെ കാത്തിരിക്കുകയാണ് അവൾ, ജെന്നിഫർ. ഞാൻ പറയണോ അവളോട് അവനിനി ഒരിക്കലും വരില്ലെന്ന്? ജോണി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അവൻ വരുമെന്ന് ഞാൻ അവളോട് കള്ളം പറഞ്ഞു. ആ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു. പിന്നെ എല്ലാ ദിവസവും അത്താഴമൊരുക്കി കാത്തിരിക്കുന്നത് അവൾക്കൊരു ശീലമായി. എനിക്കും പിന്നെ എനിക്കും തോന്നിത്തുടങ്ങി ഒരു ദിവസം ഞങ്ങളെ തേടി അവൻ വരുമെന്ന്. ഓരോ വണ്ടിയും ഭൂമി കുലുക്കി കടന്നു വരുമ്പോ അറിയാതെ ഞങ്ങൾ പരസ്പരം നോക്കും. അവളുടെ കണ്ണിലെ പ്രതീക്ഷ, അതാണ് എന്നെയും ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അവളെ ആശ്വസിപ്പിക്കാൻ ഞാൻ ഇറങ്ങി സ്റ്റേഷനിലേക്ക് നടക്കും. കുറേ നേരം ഇവിടെ വന്നിരിക്കും, പിന്നെ മടങ്ങിപ്പോവും. ഞാൻ തിരികെ ചെല്ലുമ്പോ എന്നോടൊപ്പം അവനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അവൾ നോക്കി നിൽക്കുന്നത് കാണുമ്പോ അയാളുടെ തൊണ്ടയിടറി. ജോണി നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. ചെറുചിരിയോടെ അവന്റെ മുടിയിൽ തഴുകി അയാൾ പറഞ്ഞു, എല്ലാവരെയും സ്നേഹിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുന്നത്. ആവശ്യങ്ങൾ അവസാനിക്കുമ്പോൾ ആ സ്നേഹം അവസാനിക്കുന്നു. അച്ഛനും അമ്മയും മക്കളെ സ്നേഹിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അവിടെ സ്നേഹമില്ലാതാകും. സ്നേഹത്തിന് ഉപാധികളില്ല, അതിന് പരിധികളുമില്ല. കാരണം സ്നേഹം ഒരു ബാധ്യതയല്ല. എല്ലാ വേദനകളോടും കൂടി സ്നേഹത്തെ അതിനെ അനുഭവിക്കുക. That's it. നിനക്ക് മനസ്സിലായില്ലല്ലേ? അല്ല, നീ ഇനി മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? നിന്റെ സമയം അവസാനിച്ചില്ലേ? നിനക്ക് മരിക്കണ്ടേ? വേഗം തയ്യാറാകൂ. കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. അതിനു മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യുമോ? എന്താണ്? എൻ്റെ ജെന്നിഫറിനോട് പറയാമോ? അവൾ കാത്തിരിക്കുന്ന അവളുടെ മകൻ ഒരിക്കലും വരില്ലെന്ന്. അവൾ ഇപ്പോഴും അവിടെ കാത്തിരിക്കുന്നുണ്ട്. അയാൾ
ട്രാക്കിനപ്പുറത്തേക്ക് കൈ ചൂണ്ടി. ദൂരെ നേരിയ വെളിച്ചം ചിതറുന്ന ഒരു വീട് കാണാം. ജോണി പതറി നിന്നു. അവൻ നിറഞ്ഞ മിഴികളോടെ അയാളെ നോക്കി. നിനക്ക് കഴിയില്ല അല്ലേ? നാളെ നേരം പുലരുമ്പോൾ നിന്റെ അച്ഛൻ നീ ഒരിക്കലും വരില്ലെന്ന് നിന്റെ അമ്മയോട് ചെന്ന് പറയേണ്ടി വരും. അത് അവര് സഹിക്കുമോ? ചിലപ്പോ അവരും മരണം തിരഞ്ഞെടുത്തേക്കാം. അത് അവരുടെ തീരുമാനം. മരിക്കേണ്ടത് നിന്റെ ആവശ്യവും. ഇതിനിടയ്ക്ക് ഈ പാവം വൃദ്ധൻ എന്താ കാര്യം? ആദം ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. മെല്ലെ വാച്ചിൽ നോക്കി. നിന്റെ കഥയ്ക്ക് വലിയ കൗതുകമൊന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നിന്റെ തീരുമാനം നീ നടപ്പിലാക്കുന്നത് കാണാൻ ഞാൻ നിൽക്കുന്നില്ല. എൻ്റെ ജെന്നിഫർ അവൾ കാത്തിരിക്കുന്നുണ്ട്. ബൈ. മെല്ലെ വാച്ചിൽ നോക്കി. വണ്ടി വരാൻ കുറച്ച് സമയം കൂടിയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. വാക്കിംഗ് സ്റ്റിക്ക് ഊന്നിപ്പിടിച്ച് അയാൾ ജോണിയെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ തിരികെ നടന്നു. സമാന്തരമായി നീളുന്ന ചുവന്ന വെളിച്ചം വീണ് കിടക്കുന്ന ട്രാക്കിനരികിലൂടെ അയാൾ നടന്നു. കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. ദൂരെ നിന്നും വെളുത്ത പൊട്ടുപോലെ തെളിഞ്ഞ വെളിച്ചവുമായി ട്രെയിൻ കുതിച്ചു വരുന്നു. ജോണിയുടെ മുഖത്തേക്ക് അതിൻ്റെ വെളിച്ചം ചിതറി വീണു. വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ ജോണി സിമന്റ് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു. പാളത്തിൽ നടുക്കമുയർത്തി ട്രെയിൻ ഉറക്കെ ചൂളം വിളിച്ചു. നേരം പുലർന്നു. പാളത്തിനരികിലെ ചായക്കടയുടെ മുന്നിൽ ഒരു ബൈക്ക് വന്നു നിന്നു. അതിൽ നിന്നും പനിനീർ പൂക്കൾ നിറച്ച ബൊക്കയുമായി ഒരാളിറങ്ങി. ചായക്കടക്കാരൻ ചില്ലലമാരിയിൽ പലഹാരങ്ങൾ അടുക്കി വയ്ക്കുന്ന തിരക്കിലാണ്. ബൈക്കിൽ നിന്നിറങ്ങിയയാൾ ചോദിച്ചു, ചേട്ടാ, ഇവിടെ ഒരു ആദം. ആര്? കടക്കാരൻ അയാളെ തുറച്ചു നോക്കി. അയാൾ തിരിഞ്ഞ് ജോണിയോട് ചോദിച്ചു, ആദം എന്നല്ലേ പറഞ്ഞത്? അതെ, തൊപ്പിയൊക്കെ വെച്ച്. ഓ, മനസ്സിലായി, ആദം സാഹിബ്. എന്താ കാര്യം? അയാൾ നെറ്റി ചുളിച്ചു. അയാളെവിടെ താമസം? ഓ. കടക്കാരൻ പരിഹാസപൂർവം ചിരിച്ചു. എന്താ കാര്യം? ഒന്ന് കാണാനാ. പഷ്ട്. ആ ഭ്രാന്തനെ കണ്ടിട്ട് എന്തിനാ? ഭ്രാന്തനോ? പിന്നല്ലാതെ. മകൻ മരിച്ചിട്ട് 2-3 കൊല്ലമായി. 1 മാസം മുമ്പ് അയാളുടെ ഭാര്യ മരിച്ചു. അവിടെയാ അവരെ അടക്കിയത്. ദൂരെ റെയിൽ പാളത്തിനടുത്ത് അടഞ്ഞു കിടക്കുന്ന തുരുമ്പിച്ച ഗേറ്റ് കാണാം. അതിന് നേരെ നോക്കി അയാൾ പറഞ്ഞു, ആ കല്ലറയ്ക്ക് ചുറ്റും ചുറ്റിത്തിരിയില്ല അയാളുടെ പണി. എപ്പോഴും എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരിക്കും. രാത്രി ഇവിടെ വന്നിരുന്ന് തത്വശാസ്ത്രം പറയല്ല ആ പണി. പിന്നെ അതിനടുത്ത് പോയി കിടക്കും. അത് ഭ്രാന്തല്ലാതെ പിന്നെന്താ? അയാളെ കണ്ട് പേടിച്ചിട്ടാ ഈ കടയിലേക്ക് കൊച്ചു പിള്ളേരൊന്നും വരാറില്ല. എനിക്കയാളെ കാണുന്നതേ വെറുപ്പാ. ശല്യം തീർന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ദാ വരുന്നു ഓരോരുത്തരെ. അയാൾ അസ്വസ്ഥതയോടെ പറഞ്ഞു. പിന്നെ അയാൾ നിങ്ങളുടെ ആരാ? എന്താ കാര്യം? കാശിൻ്റെ ഇടപാട് വല്ലതും ഉണ്ടോ? അയാൾ അമർഷത്തോടെ ജോണിയെ തുറച്ചു നോക്കി. നീ വാ,
നമുക്ക് നോക്കാം. അവർ മുന്നോട്ട് നടന്നു. ഏയ് ഏയ് കാര്യം പറ. ഏയ് നിൽക്ക്. ഏയ് കാര്യം പറഞ്ഞിട്ട് പോ. ഏയ്. ട്രെയിൻ കനത്ത ശബ്ദം മുഴക്കി കടന്നുപോയി. അതിനിടയിലൂടെ അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്ക്. പോകണ്ട, അങ്ങോട്ട് പോരുതെന്നേ. അയാളെ ശ്രദ്ധിക്കാതെ അവർ ട്രാക്കിനരികിലൂടെ ശ്മശാനത്തെ ലക്ഷ്യമാക്കി നടന്നു. ആദ്യ തുറന്നു കിടന്ന തുരുമ്പിച്ച ഗേറ്റിന് മുന്നിൽ അവർ എത്തിച്ചേർന്നു. പഴകിയ കുരിശുകളും ഉരുകിയൊലിച്ച മെഴുകുതിരികളും കൊണ്ട് അവിടം നിറഞ്ഞിരുന്നു. ചുറ്റും നോക്കി അവർ അതിനിടയിലൂടെ നടന്നു. പാപ്പ, ദാ അവിടെ. ജോണി പറഞ്ഞു. അവിടെ ഒരരികിലായി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു കല്ലറ. അവർ അതിനരികിലേക്ക് നടന്നു. കുരിശിന് മുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ അവർ വായിച്ചെടുത്തു. ജെന്നിഫർ ആദം. ഒരു നിശ്വാസത്തോടെ അത് കുറച്ചു നേരം നോക്കി നിന്ന ജോണി ചുറ്റും നോക്കി. ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അയാൾ ഇവിടെ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത്. പിന്നിൽ ഒരു കാൽപെരുമാറ്റം കേട്ട് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. നിങ്ങൾ ആരെയാ തിരയുന്നത്? വൈദികനെ പോലെ തോന്നുന്ന ഒരാൾ അവർക്ക് മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചു. ഞങ്ങൾ ആദം സാഹിബിനെ തിരക്കി വന്നതാ. എന്താ കാര്യം? എൻ്റെ മകനെ തിരിച്ചു തന്നതിന് ഒരു നന്ദി പറയണം. പിന്നെ ഇത് അദ്ദേഹത്തെ ഏൽപ്പിക്കണം. പനിനീർ പൂക്കൾ നിറച്ച ബൊക്കെ ഉയർത്തിക്കാട്ടി അയാൾ പറഞ്ഞു. അവിടെ വെച്ചേക്കൂ. വൈദികൻ കൈ ചൂണ്ടിയ സ്ഥലത്തേക്ക് അവർ നോക്കി. ജെന്നിഫറിന്റെ കല്ലറയുടെ ഇടതുഭാഗത്ത് നാട്ടിയ കുരിശിലേക്ക് അവർ സൂക്ഷിച്ചു നോക്കി. അവിടെയാണ് അയാൾ, സ്നേഹത്തിന്റെ കാവൽക്കാരൻ, ഭൂമിയിലെ സ്നേഹം തുടങ്ങി വെച്ചവൻ, ദ ഫസ്റ്റ് മാൻ ഓഫ് എർത്ത്, ആദം. ആദം ആബേ എയ്തൻ, നാട്ടുകാരുടെ ഭ്രാന്തൻ. ഒരു തരിപ്പ് ജോണിയുടെ ശിരസിലൂടെ കടന്നുപോയി. അവൻ ഞെട്ടിത്തെരിച്ച് പപ്പയുടെ മുഖത്തേക്ക് നോക്കി. ഫാദർ, അയാൾ ഇന്നലെ... വൈദികൻ ചെറിയ പുഞ്ചിരിയോടെ തലയാട്ടി മെല്ലെ തിരിച്ചു നടന്നു. പനിനീർ പൂക്കൾ നിറച്ച ബൊക്കെ പപ്പയുടെ കയ്യിൽ നിന്നും വാങ്ങി ജോണി കല്ലറയുടെ മുകളിൽ വെച്ചു. നനുത്ത കാറ്റ് അവരെ തഴുകി കടന്നുപോയി. തിരികെ നടക്കുമ്പോൾ അവർ പരസ്പരം മിണ്ടിയില്ല. ഉച്ചഭാവത്തിലുള്ള ചിരിയോടുകൂടി കടക്കാരൻ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പോയിട്ട് കണ്ടോ സായിപ്പിനെ? എന്തായി? അയാൾ ചത്തിട്ട് 2 ആഴ്ചയെ. ഓരോരോ മാരണങ്ങളെ. അയാളെ ശ്രദ്ധിക്കാതെ ജോണിയും പപ്പയും നടന്ന് ബൈക്കിനരികിലെത്തി. ശരിക്കും ആത്മാവുണ്ടോ പപ്പ? ജോണി ചോദിച്ചു. അറിയില്ല. അപ്പോ ഞാൻ കണ്ടതോ? നിനക്ക് തോന്നിയതാവും. സാരമില്ല. ഇനി നീ കണ്ടത് സത്യമാണെങ്കിൽ തന്നെ അതുകൊണ്ട് നല്ലതല്ലേ ഉണ്ടായുള്ളൂ. അതൊരു നല്ല ആത്മാവായിരുന്നു. ആ ഫാദർ പറഞ്ഞത് കേട്ടോ, സ്നേഹത്തിൻ്റെ കാവൽക്കാരൻ. ജോണി പപ്പയോട് ചേർന്നിരുന്നു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല പപ്പ. പാപ്പ എന്നോട് ക്ഷമിക്കണം. സാരമില്ല. നീ കുട്ടിയല്ലേ, തെറ്റായ തീരുമാനങ്ങൾ പറ്റൂ. ഇപ്പോൾ നിനക്ക് തെറ്റും ശരിയും മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ നീ ശരിയായ ട്രാക്കിലാണ്, ശരിയായ പാതയിൽ അല്ലേ? അതെ പപ്പ. ശരിയായ പാതയിൽ നിറഞ്ഞ മനസ്സോടെ തിരിച്ചു കിട്ടിയ ജീവിതത്തിലേക്ക് പുതിയ സ്വപ്നങ്ങളുമായി ജോണിയും പപ്പയും യാത്ര തുടർന്നു.